കേരളത്തിലെ ഒരു ചാനൽ കാളകൂട വിഷയമാണെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ആ ചാനലിൻ്റെ പല നിലപാടുകളും കേരളീയ പൊതുസമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗോള അജണ്ട എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. എന്നിട്ടും ഭരണം കിട്ടാൻ വേണ്ടി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പഴയ നിലപാടൊക്കെ മാറി, ഇപ്പോൾ പുതിയ നിലപാടായി. ഇതേ ജമാഅത്ത് ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറിയോ? കാളകൂട വിഷൻ എന്ന് പറയുന്ന ചാനലിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള വർത്തമാനമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFുമായിട്ട് കൂട്ടുകൂടി, അവർക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്, എത്ര വോട്ടുണ്ട് എന്നുള്ളതൊന്നും വലിയ വിഷയമായിട്ട് ആരും എടുക്കുന്നില്ല. എൻ്റെ ഒരു വിലയിരുത്തൽ ഈ ഭരണമാതിരിയുള്ള വോട്ടൊന്നും അവർക്കില്ല. പക്ഷേ അതൊരു ആയുധമായിട്ട് CPM ഉപയോഗിക്കുന്നു കോൺഗ്രസിനെ തല്ലാൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ മീഡിയ വൺ. ഇപ്പോൾ മീഡിയ വൺ പത്രസമ്മേളനത്തിൽ എന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ MV ഗോവിന്ദൻ ഈ ഉത്തരം കൊടുക്കുന്നത്. നിങ്ങൾ വിഷമാണ്, കാളകൂട വിഷം. അതിന് പ്രമോദ് രാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു MV ഗോവിന്ദന് മറുപടിയായിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അയാൾ റേസ് ചെയ്തത്, ഞങ്ങൾ കാളകൂട വിഷമാണെങ്കിൽ ഞങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നത് എന്തിന്? സമൂഹത്തിൽ വിഷം പകർത്തുന്ന ഒരു ചാനൽ നിങ്ങൾ നിരോധിക്കണ്ടേ? ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ ഒരിക്കലും ഞങ്ങളെ നിരോധിച്ചതാണ്. അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ട് സുപ്രീം കോടതി നിരോധനം എടുത്തു കളഞ്ഞതാണ്. പിന്നെ നിങ്ങളിങ്ങനെ കാളകൂട വിഷം എന്ന് പരസ്യമായിട്ട് പറയുന്നത് ഭൂഷണമാണ്. ഇതാണ് പ്രമോദ് രാമൻ്റെ ചോദ്യം. ആ ചോദ്യം ന്യായമായൊരു ചോദ്യമാണ്. നമുക്ക് മീഡിയ വൺ ചാനലിനോട് വിയോജിക്കാം. അതല്ല അവർ മറ്റു രീതിയിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിരോധിക്കണം, അതിനുള്ള നടപടിയെടുക്കണം. അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പറയാനുള്ള അവർ പറയും, എതിര് പറയാനുള്ളവർ എതിര് പറയും. കാളകൂട വിഷയം എന്നൊക്കെയുള്ളൊരു പ്രയോഗം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിന് ചെയ്തതാണ്. ഒരു 6 മാസം മുമ്പ് MV ഗോവിന്ദൻ ഇത് പറയുക അറിയില്ല, കാരണം CPMന്റെ നേതാക്കളൊക്കെ തന്നെ ചാനൽ ചർച്ചയിൽ അവിടെ പോയിരിക്കുകയും ചെയ്യും. കാരണം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ട് വരാനൊരു സാധ്യതയുണ്ടല്ല. LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ജമാഅത്തെ ഇസ്ലാമി വർഗീയം ഇല്ലാതെയാവും. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? UDFിനാണെങ്കിലും LDFിനാണെങ്കിലും എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പുണ്യാളനാണ്, സിനിജിയുടെ കൂടെ വന്നാൽ മോശക്കാരനാണ്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അയാൾ എന്നെ ഇപ്പോൾ അയാൾ കുഴപ്പമില്ലാന്ന്. ഇതാണല്ലോ സംഭവം. അപ്പോൾ അതുകൊണ്ട് കുറച്ചാൾ മുമ്പ് വരെ MV ഗോവിന്ദൻ ഇത് പറയില്ല. കാരണം അവരിങ്ങോട്ട് വരാനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വരാൻ ഒട്ടും സാധ്യതയില്ല. അപ്പം മറ്റവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്തായിരിക്കും. അപ്പോൾ അവർ വിഷമാണ്, കാളകൂട വിഷമാണ്, കാർക്കോടകന്മാരാണ് എനിക്ക് പറയും. ഈ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ രാജ്യം ചെയ്ത എല്ലാ പ്രവൃത്തികളെയും വിമർശിക്കുക മാത്രമാണ് മീഡിയ വൺ ചെയ്തിട്ടുള്ളത്. എപ്പോഴും രാജ്യവിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്ന അവരുടെ രാത്രിയിലത്തെ ചർച്ചയിലൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത്രയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടും പിന്നെയും എന്തുകൊണ്ടാണ് ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പോലും മടിക്കുന്നത്? കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ആ നിലപാട് തന്നെയാണ്. അതായത് ഇസ്ലാമിസ്റ്റ് നിലപാടാണ്. ഇപ്പം നമുക്ക് ദേശീയ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പഴയ നിലപാടല്ലല്ലോ ഇപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാട്. രാമക്ഷേത്രം വന്നതൊക്കെ അവിടെ കയറുന്നില്ല നിർബന്ധം പിടിച്ചു. കുംഭമേളയ്ക്ക് ഇവിടെ കുംഭമേള എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആഘോഷം നടന്നു. അതിന് കുംഭമേള എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർ പോലും നിർബന്ധപൂർവ്വം ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി, അത് നോട്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇന്നലെ തന്നെ ഈ നമ്മുടെ സമസ്തയുടെയൊക്കെ അവിടെ ചെന്ന് ക്യൂ നിന്ന് ആൾക്കാരെ കണ്ടു പോകുന്ന നേതാക്കന്മാരെയും കണ്ടു. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട ഇവിടെ ഈ 13ാമത്തെ കൊല്ലമാണ് അജണ്ട. ഇപ്പം TG പറഞ്ഞാൽ ശരിയാ, ആർക്കും അവരുടെ അജണ്ട അവർ പരസ്യമായിട്ട് ഞങ്ങൾക്ക് മതരാഷ്ട്രം വേണമെന്നും ശരീഅത്ത് നിയമം വേണമെന്നും അല്ലെങ്കിൽ നിരന്തരം അവരുടെ ചാനലിൽ നിന്ന് അവരുടെ അജണ്ട അവർ നിർഭയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിനകത്ത് അത് തെറ്റാണെന്ന് ഒരുപക്ഷെ കർക്കശമായിട്ട് പറയാൻ ആംബിയറുള്ള
ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് എത്ര പറയുമ്പോഴും സതീശൻ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അയാൾ വലിയ ഈ കാര്യം വ്യക്തത വരുത്തി പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനകത്ത് വർഗീയതയുണ്ട്, അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പുറത്ത് അല്ലെങ്കിൽ കുറ്റം പറയാനും അയാളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതിന് കൊട്ടേഷൻ എടുക്കാനും ഒക്കെ കോൺഗ്രസ് പാർട്ടിക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിന്ന് ഏറ്റവും അവസാനം ഇന്നലെ വരെയും ഒരുപക്ഷെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ കുംഭമേള കേരളത്തിൽ നടന്നപ്പോൾ അവിടെ എന്തുവാടെ നടക്കുന്നത്, എൻ്റെ ടാർപ്പായി മരിച്ചു കെട്ടി ഇവിടുത്തെ ഒരു പ്രയോജനം അത് നമ്മൾ നോക്കുമ്പം മുസ്ലിങ്ങൾക്ക് സോഡാനാരിങ്ങ വെള്ളം വിൽക്കാനും അവന് വേറെ കച്ചവടം നടത്താനും ഉള്ള ഒരു കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ധൈര്യപൂർവ്വം ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു ചാനലായിട്ടെന്ന് മാറുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം വന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് TG എനിക്കറിയത്തില്ല, വോട്ട് അദ്ദേഹം വന്നതിന് വേണ്ടി വോട്ടൊന്നുമില്ല അല്ല, പക്ഷെ അവരുടെ കാര്യം പറഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ വോട്ട് മൊത്തവും കിട്ടുമെന്ന് ഇവിടെ നാളെ കാലത്തെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ നേതാവ് പരസ്യമായിട്ട് മൈക്ക് വെച്ച് കെട്ടി ജാഥയിലുടനീളം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ ഈ പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ അത്യാവശ്യം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റത്തക്കോണം ഉണ്ടല്ലോ, എന്നിട്ട് ഈ ഒരു നിലപാട് അത് എന്താണെന്നുള്ള കാര്യം TGയുടെ ഒരു രീതിയിൽ ഒന്ന് പറഞ്ഞാൽ. അതിൽ വ്യത്യാസമുണ്ട്. ഈ മുസ്ലിങ്ങളുടെ ആഗോളതലത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ പെരുമാറ്റം ഒരു കൺസോളിഡേറ്റഡ് ഫോഴ്സായിട്ടാണ് എപ്പോഴും. അവർ ഒരു 30% കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം ഏകദേശം മുസ്ലിം രാജ്യമായി എന്ന് വിചാരിച്ചാൽ മതി. ആഗോളതലത്തിൽ അങ്ങനെയാണ്. കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം ജനസംഖ്യ 2011 സെൻസസ് അനുസരിച്ച്, 2011 എന്ന് പറയുമ്പോൾ വർഷം എത്രയായി, അന്നത്തെ കണക്കനുസരിച്ച് 27%. ഇന്നിപ്പോൾ കുറഞ്ഞതൊരു 32 35 ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മസിൽ ഫ്ലെക്സിങ് ആണ്, നമ്മൾ മസിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ആൾ കൂടി കഴിയുമ്പോൾ നമ്മൾ ആരുടെ നീ വഴിയെ പോകുന്നു ചോദിക്കുന്നു, ആ ഒരു അവസ്ഥ. വലിയ അക്രമാസക്തരൊന്നും ആയിരിക്കില്ല, പക്ഷേ അവരുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി പെരുമാറുന്നത്. മറ്റ് കമ്മ്യൂണിറ്റികൾ അങ്ങനെയല്ല. അവരെണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ പോലും അവരെ ഛിദ്രിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ഥലം ചേർത്തല നിയോജകമണ്ഡലമാണ്. ചേർത്തല നിയോജകമണ്ഡലം ഇൻഫാക്റ്റ് ചേർത്തല താലൂക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള താലൂക്കാണ്. 83% ഹിന്ദുക്കളാണ് ചേർത്തലയിൽ. പക്ഷേ ചേർത്തലയിൽ നിന്ന് AK ആൻ്റണി ജയിച്ചിട്ടുണ്ട്. CV ജേക്കബ് എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടുണ്ട്. AM ആരിഫിന് ഏറ്റവും കൂടുതൽ, AM ആരിഫ് തോറ്റുപോകേണ്ടതാണ്. 2019 ഈ ശബരിമല വേവിൽ എല്ലാ LDFകാരും തോറ്റപ്പോൾ ഒറ്റ LDFകാരൻ ജയിച്ചത് AM ആരിഫ്. ആ AM ആരിഫ് മറ്റ് നിയോജകമണ്ഡലങ്ങളെല്ലാം എണ്ണിയപ്പോൾ 10,000 വോട്ട് പുറകിലായിരുന്നു. ചേർത്തല ശുദ്ധ ഹിന്ദു ഭൂരിപക്ഷമുള്ള ചേർത്തലയിൽ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെ 8,000 വോട്ടിന് അയാൾ ജയിച്ചു. ചേർത്തലക്കാരാണ്, ഹിന്ദുക്കളാണ്, വിഷയം ശബരിമലയാണ്. പക്ഷേ ആരിഫിന് വോട്ട് ചെയ്തു. ആരിഫ് ഹിന്ദു അല്ലതാണ്. ഇതാണ് മറ്റ് സമുദായങ്ങളുടെ പ്രവർത്തനം. ക്രിസ്ത്യാനികൾക്ക് കുറച്ചെങ്കിലും ആ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരും. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു ഹിന്ദുവിനെ നിർത്തി നിങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആലോചിക്കുക. ഇല്ല. ഒരു സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് ആലോചിക്കും. ഇല്ല. അപ്പോൾ ഇതിന് അപവാദമായിട്ട് മുസ്ലിങ്ങൾ തിരിച്ചു പറയാറുണ്ട്, ഇവിടെ തിരൂരങ്ങാടിയിൽ AK ആൻ്റണിയെ ജയിപ്പിച്ചു. അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയാണ് കൊണ്ടുനിർത്തിയേപ്പിച്ച. ഞങ്ങൾ ജയിപ്പിച്ച രാഹുൽ ഗാന്ധിയെ വയനാട് നിർത്തി ജയിപ്പിക്കുന്ന പോലത്തെ ഒരു ജയിപ്പിക്കലാണ്. അല്ലാതെ ഈ ക്രോസ് കമ്മ്യൂണിറ്റി ജയം സാധ്യമല്ല. പാലായിൽ നിങ്ങൾക്കൊരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റില്ല. ആ ഇതിലേക്ക് ക്രിസ്ത്യാനികളിപ്പം നീങ്ങുന്നുണ്ട്. ആരാണെങ്കിലും വിരോധമില്ല, മതം നോക്കാതെ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർ നീങ്ങുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഒരുപാട് സ്വയം റിഫർമേഷൻ അവരുടെ സൊസൈറ്റിക്കുള്ളിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോഴും റിഫോം ചെയ്യുന്ന ശക്തികൾ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. പക്ഷേ ഇപ്പുറത്ത് മുസ്ലിമിൽ അത് ഉണ്ടായി വന്നെങ്കിലും ഇപ്പോൾ അവരെ അടിച്ചമർത്തുന്ന രീതിയിൽ യാഥാസ്ഥിതികരെ കയറി വരുന്നു.
യാഥാസ്ഥിതികമായിട്ട് ഡീൽ ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം, രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടം. കാരണം ഒന്ന്, യാഥാസ്ഥിതികർ വാക്ക് പാലിക്കും. പിന്നെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തായിരിക്കും എന്ന് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ബുർഖയില്ലാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം എന്നിവരെങ്ങാനും പ്രഖ്യാപിച്ച് കളയുമോ എന്നൊന്നും സംശയിക്കേണ്ട. ബുർഖയില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർ പറയും ഞങ്ങൾ ശൂറ കൂടിയിട്ട് നിങ്ങളെ തീരുമാനം അറിയിക്കാം എന്ന് പറയും. ആ തീരുമാനം എന്തായിരിക്കും എന്ന് എനിക്കും അറിയാം, പ്രശാന്തിനും അറിയാം, ശരിക്കും അറിയാം. ബുർഖ വേണം എന്നാണ് തീരുമാനം വരാൻ പോകുന്നത്. ഇങ്ങനെ പ്രിഡിക്റ്റബിളാണ് യാഥാസ്ഥിതികർ. ഉൽപ്പതിഷ്ണുക്കൾ അങ്ങനെയല്ല. ചിലപ്പോൾ ഇവന്മാർ വട്ട് കയറിയിട്ട് തിരിച്ച് തീരുമാനിച്ചേക്കളെ. അതുകൊണ്ട് നമ്മളിങ്ങനെ ശ്വാസമടക്കി പിടിച്ചിരിക്കണം എന്താവും ഇവരുടെ തീരുമാനം. അപ്പോൾ ഈ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് രാഷ്ട്രീയക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമിലെ ഫണ്ടമെൻ്റലിസ്റ്റുകളെ, റാഡിക്കൽ ഇസ്ലാമിനെ. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൽ തന്നെ സോഫ്റ്റായിട്ടുള്ള ആൾക്കാരെ ഇവർ വെറുപ്പിക്കും. അപ്പോൾ ഞാൻ പേര് പറയാം. മുസ്ലിം ലീഗിൽ ഇദ്ദേഹം ഡോക്ടർ KM മുനീർ, നല്ല മനുഷ്യൻ, സോഫ്റ്റ് ഒരു മനുഷ്യനാണ്. ഷാഫി ചാലിയൻ, നമ്മുടെ എറണാകുളത്തുള്ള മുഹമ്മദ് ഷാ വക്കീൽ, ഇവരെയൊക്കെ നോക്കും. മുസ്ലിം ലീഗുകാരാണ്. പക്ഷേ അതിൻ്റെ പ്രോമിനൻസിൽ വരാൻ മറ്റ് പാർട്ടികൾ സമ്മതിക്കില്ല. മറ്റ് പാർട്ടികളുടെ സമ്മതം വാങ്ങിച്ചാണോ മുസ്ലിം ലീഗിൽ കാര്യം നടത്തുന്നത്? അല്ല. പക്ഷേ ഈ ശ്രദ്ധയും ബഹുമാനവും കിട്ടുന്ന ആളിന്, മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് കിട്ടുന്ന ആളിന് സ്വന്തം സംഘടനയിൽ റെസ്പെക്റ്റ് വർദ്ധിക്കും. CPM-ൽ നിന്ന് ഒരാൾ വിളിച്ച് മുസ്ലിം ലീഗിൽ ആരോടാണ് സംസാരിക്കുന്നത്, ആ ആളിൻ്റെ സ്റ്റാറ്റസ് മുസ്ലിം ലീഗിനുള്ളിൽ മെല്ലെ വർദ്ധിക്കും. പാണക്കാട് തങ്ങൾ തന്നെ ചോദിക്കും, അല്ല അഹമ്മദിനോട് അവർ വല്ലതും പറഞ്ഞോ? ഇപ്പോൾ ഇന്നലെ ഒരു മിസ് കോൾ കണ്ടു, അതിനി അറിയാതെ കൈതട്ടിയാണ്, ഞാൻ വിളിച്ചില്ല, അങ്ങനെ ഇനി വീണ്ടും വിളിക്കും, നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഈ അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇയാളുടെ സ്റ്റാറ്റസ് മുസ്ലിം ലീഗിൽ വർദ്ധിക്കും. അങ്ങനെയാണ് ഈ ഡൈനാമിക്സ്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട് കേട്ടോ, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള ആൾക്കാരെ ഇവർ ബൈപ്പാസ് ചെയ്തിട്ട് ഹാർഡായിട്ടുള്ളവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും മറ്റ് പാർട്ടികൾ. അതനുസരിച്ച് ഹാർഡായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസ് അവരുടെ പാർട്ടിയിൽ വർദ്ധിക്കും. അങ്ങനെയാണ് മുസ്ലിം ലീഗിന് മെല്ലെ ഒരു റാഡിക്കൽ സ്വഭാവം വരുന്നത്. ഈ പ്രഷർ കൊണ്ട് സോഫ്റ്റ് ആൾക്കാർ പതുക്കെ പുറകിലായി പോകും. മുസ്ലിം ലീഗിൽ സോഫ്റ്റ് ആൾക്കാർ ഇല്ലാഞ്ഞിട്ടല്ല. വാസ്തവത്തിൽ കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളിൽ എന്തെങ്കിലും ഒരു സെക്യുലർ അംശം ഉണ്ട് എന്ന് പറയാമെങ്കിൽ അതുള്ളത് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ എല്ലാവരും കൂടെ തെറി പറയുന്നു, അത് രാഷ്ട്രീയമായിട്ട് തെറി പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഈ പിന്നെ നമുക്ക് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. 1934 അങ്ങനെ ഹസനുൽ ബന്ന ചെയ്തു, പിന്നെ അങ്ങനെ ചെയ്തു, ഇന്ത്യ വിഭജനം വന്നു, അത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചരിത്രത്തിൽ പോയിട്ട് തർക്കിക്കാം. അതിൽ കാര്യമില്ലല്ലോ. ഏകദേശം മുസ്ലിം ലീഗ് പ്രൊമിനൻ്റ് ആയിട്ട് കേരള പൊളിറ്റിക്സിൽ വന്നതിന് ശേഷം ആദ്യമുണ്ടായിരുന്ന ഒരല്പം തീവ്രവാദ സ്വഭാവം പോലും അവർ മയപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഈ മറ്റ് പാർട്ടികളെല്ലാം കൂടെ ഇവരെ തീവ്രവാദികളാക്കിയേ അടങ്ങുള്ളൂ. രാമജന്മഭൂമിയിൽ പോലും അറിയാമില്ല. മുസ്ലിങ്ങൾ ഒരു കാലത്ത് അവർ ചന്ദ്രശേഖർ ഭരിച്ചു, ചന്ദ്രശേഖർ കുറച്ച് ദിവസമേ ഭരിച്ചുള്ളൂ. ആ സമയത്ത് മുസ്ലിങ്ങൾ കോംപ്രമൈസിന് തയ്യാറായിരുന്നു, തീർത്തേക്കാൻ. എന്ന് വെച്ചാൽ ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കും മുസ്ലിങ്ങളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അവർ വിളിച്ചിട്ടുണ്ട്, പൊന്നിഞ്ഞേട്ടി അത് കൊടുത്തേക്കാതെ CPM സമ്മതിക്കില്ല. CPM ചരിത്രകാരനെല്ലാം കൂടെ അങ്ങനെ ഇത് MGS നാരായണൻ ലേഖനമായിട്ട് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം മെമ്പർ സെക്രട്ടറി, ചെയർമാനായിട്ട് ഇർഫാൻ ഹബീബിൻ്റെ മുറിയിൽ നടക്കുന്ന സംഭാഷണം ഇപ്പുറത്ത് കേൾക്കാം. ഇർഫാൻ ഹബീബ് ഇവരെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കാതെ നോക്ക്, ചരിത്രം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങളുടെയാണ് ആ സ്ഥലം, രാമനോട് പോകാൻ പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവരെ ചൂടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ സോഫ്റ്റ് ആകാൻ CPM സമ്മതിക്കില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മതിക്കില്ല. അവർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും ഇവർ വിട്ടുകൊടുക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹാർഡ് ലൈൻ എടുപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താണ് മുസ്ലിം ലീഗ് ഇപ്പം നിൽക്കുന്നത്. എന്നാൽ പോലും മുസ്ലിം ലീഗ് തീവ്രവാദത്തിന് പരസ്യമായി അനുകൂലിച്ച് ഒരു നിലപാടെടുക്കാറില്ല.
ഒരു പാലസ്തീൻ ഐക്യദാർഢ്യം വന്നാൽ പോലും ഏറ്റവും താമസിച്ച് മാത്രമാണ് ആണോ? മുസ്ലിം ലീഗ് അതിനു മുമ്പ് CPM നടത്തി കഴിഞ്ഞു. ചോദ്യം വരുമ്പോൾ അത് കഴിഞ്ഞ തവണ പാലസ്തീൻ ഐക്യദാർഢ്യം ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചില്ല. അന്ന് കോൺഗ്രസ്സിൽ നമ്മൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു ഐക്യദാർഢ്യം നടത്തി. അത്രയും വരെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു നാണക്കേട് എന്നുള്ള സ്ഥിതി കൊണ്ടുവന്നു. ഇപ്പുറത്ത് CPM നടത്തുന്നു, എല്ലാവരും നടത്തുന്നു, നടത്താൻ ബാക്കിയുള്ളത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ചോദ്യം എല്ലാവരും പാലസ്തീൻ. പലരും ചോദിക്കും, എന്താണ് ആ പാലസ്തീൻ, എവിടെയാണ് പാലസ്തീൻ, എവിടെയാണെന്നൊന്നും എനിക്കറിയാമല്ല, പക്ഷേ എല്ലാവരും നടത്തുന്നു, നമ്മൾ നടത്തും. വാസ്തവത്തിൽ പാലസ്തീനുള്ളവർക്ക് കേരളം എന്നൊരു സ്ഥലം ഉണ്ടെന്ന് അറിയില്ല, ഇവിടെ മുസ്ലിങ്ങളുണ്ടെന്ന് അവർക്കറിയില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ അവിടെ അംഗീകരിക്കുകയില്ല. ഇവരെയൊക്കെ കാടന്മാരായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഇവിടെ ഈ കൃത്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മോശക്കാരനാകുമെന്നുള്ള സ്ഥിതി കൊണ്ടുവന്നു. അപ്പം BJP ഒഴിച്ച് എല്ലാ പാർട്ടിയും പാലസ്തീൻ ഐക്യദാർഢ്യം നടത്തി പണ്ടാറടങ്ങട്ടെ എന്ന്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ഇപ്പോൾ കഴിഞ്ഞില്ലേ. ഇപ്പോൾ എന്താ പാലസ്തീൻ പ്രശ്നം തീർന്നിട്ടൊന്നാൽ അന്നത്തെ ഒരു ട്രെൻഡാണ്. ഇത് നടത്തിയില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാകും. അതുകൊണ്ട് എല്ലാവരും നടത്തും, മുസ്ലിം ലീഗ് നടത്തും. ഇങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ. ഇവരെ സ്വാധീനിക്കാൻ നിരന്തരം ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് അതുപോലുള്ള ഘടകങ്ങളൊക്കെ മുസ്ലിം ലീഗ് പലപ്പോഴും മുസ്ലിം ഗ്രൂപ്പ്സിൻ്റെ സമ്മേളനം വിളിക്കുമ്പോൾ ഇവരെ വിളിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വിളിക്കില്ല, പോപ്പുലർ ഫ്രണ്ടിനെ വിളിക്കില്ല, SDP-യെ വിളിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തവണ അവർക്ക് രഹസ്യമായിട്ട് ഇവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി പ്രാവശ്യം പത്രത്തിൽ. അപ്പോൾ അത് CCTV-യിൽ വരികയും വഷളാവുകയൊക്കെ ചെയ്തു. പിന്നെ അവർ മാറി. ഏതായാലും കുറേ ഒരു ഇൻറോഡ്സ് ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിൻ്റെ പോളിസി മേക്കിങ്ങിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വോട്ട് വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവരുടെ വർദ്ധിച്ചിട്ടുണ്ട്. അത് വർദ്ധിക്കാൻ ഈ മീഡിയ വൺ ചാനൽ കാരണവുമായിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അല്ല, ആ ഇൻഫ്ലുവൻസ് ചീത്ത തന്നെയാണല്ലോ അവർ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ധ്രുവീകരണം. അല്ലെങ്കിൽ അവർക്കുണ്ട്. ഈ മീഡിയ വണ്ണിൻ്റെ അവരുടെ ഈ വാദം ന്യായമായൊരു വാദം തന്നെയാണ്. ഞങ്ങൾ ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണ്, സമൂഹത്തിൽ കാളകൂട വിഷം പരത്തുന്നവരാണ് എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ടി ജി തന്നെ ഒരു പ്രാവശ്യം ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളുടെ ഒരു ഇമേജ് വർധനത്തിന് വേണ്ടി എല്ലാ കോടതികളും തള്ളിയ ഒരു സാധനം അദ്ദേഹം വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ച് പോയതാണല്ലോ. ആരാണ്? ചന്ദ്രയൂഡ് എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാവരും അത് അംഗീകരിച്ച് നിരോധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഒരു തീരുമാനം. പിന്നെ ആരും ഇതുവരെ തിരിച്ച് ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ തിരിച്ച് ചിന്തിക്കാനും തിരിച്ച് നടത്താനും ഒക്കെ പറ്റുമോ? ഇത്തരം കാര്യങ്ങളിൽ ഒരു സോഫ്റ്റ് പവർ ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിലല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സിനിമ, സെൻസർ ബോർഡ്, സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, ഇതുപോലുള്ളതിലൊക്കെ നോക്കിക്കോ, ഒരു ആൻറ്റി മോദി ഡിസിഷൻസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. 11 വർഷം ഭരിച്ചിട്ടും ഈ സോഫ്റ്റ് പവർ എന്താണെന്ന് BJPക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹാർഡ് പവർ അവർക്കറിയാം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ, കൊട്ടുക്കിടാടി നിന്ന് തീവ്രവാദത്തിൽ ഈ അവനെ പിടിക്കുക, പോപ്പുലർ ഫ്രണ്ടിനെ വെളുപ്പിന് 3:30 മണിക്ക് 1500 പേരെ ഇറക്കിയിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് പൊക്കിക്കൊണ്ട് പോവുക, ഇതൊക്കെ അറിയാം. ബട്ട് ഒരു സിനിമയ്ക്ക് ജനങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനം അതൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അറ്റ് ചില സിനിമകൾ അങ്ങ് പ്രോത്സാഹിപ്പിക്കും, അറ്റ് ചില സിനിമകൾ തടയും. ജാനകി എന്ന് പേരുള്ളത് മുഴുവൻ സിനിമ തടഞ്ഞു വെച്ചില്ല. വല്ല കാര്യമുണ്ടായിരുന്നു. ജാനകിയുടെ കേസാണ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഹൈക്കോടതിയിലൊരു കേസാണ്. ആ കേസിൻ്റെ പേര് കൊടുത്ത് അതിലെ ജാനകിയോ അത് സീതയാണ്, അത് കുഴപ്പമാണെന്നൊക്കെ ഇവർ മുട്ടിൽ നിന്ന് പറഞ്ഞ എൻ്റെ പൊന്നിയായിട്ട് അത് കേസാണ്. ജാനകി എന്ന് പറഞ്ഞ് സീത അല്ലാതെ വേറെ നാട്ടിൽ വേറെ ജാനകി ഉണ്ടല്ലോ, ആ ജാനകിയുടെ കേസാണ്. പറ്റില്ല. അവസാനം പിന്നെ എങ്ങനെയത് ഒത്തുതീർപ്പാക്കി. ഒരുപാട് പേര്, ഞാനും എൻ്റെ കൂടെ കൂടിയാണ്, എന്ത് നാണക്കേടാണ്. ഇത് മനസ്സിലാവണില്ല. ആ ഒരു ഡിഫക്റ്റ് 11 വർഷമായിട്ട് മോദി സർക്കാരിൽ നിലനിൽക്കുന്നു. അങ്ങനെയാണ് ഈ മീഡിയ കേസ് അത് ഇതൊക്കെ തോറ്റുപോകുന്നത്. മീഡിയ വൺ അതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഇപ്പുറത്ത് ഉള്ളവരുടെ പിടിപ്പുകേടാണ് ഇതുപോലത്തെ നോൺസെൻസൊക്കെ ചാനൽ വഴിക്ക് പോകാൻ അനുവദിക്കുന്നത്. പക്ഷേ അനുവദിക്കുന്നിടത്തോളം കാലം അവരുടെ ആർഗ്യുമെൻ്റ് ശരിയുമാണ്.
അതെ. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിരോധിക്കുക. നിരോധിക്കാതെ പിന്നെ വെറുതെ ഞങ്ങൾ തെറ്റ് പറയാനൊരു അവകാശമുണ്ടല്ലോ ഒരാൾക്ക്. എല്ലാവരും ശരി പറയണമെന്നൊന്നുമില്ല. എൻ്റെ ശരി പ്രശാന്തിൻ്റെ തെറ്റായിരിക്കാം. പക്ഷേ ആ ശരിയെന്ന് എനിക്ക് തോന്നുന്നു പറയാൻ എനിക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഏതാ വകുപ്പെന്ന് വെച്ചാൽ എന്നെ നിരോധിക്കണം. അതല്ലാതെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിട്ട് പിന്നെ ഞാൻ കാളവട വിഷമാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ പറയുന്നത് പറയാം. അത് പറയാൻ എം.വി. ഗോവിന്ദനൊരു അവകാശമുണ്ടല്ലോ. ഒരു കാളവട വിഷമാണ്, നിങ്ങൾ കാർക്കോടകന്മാരാണെന്നൊക്കെ പറയാൻ ഗോവിന്ദന് അവകാശമുണ്ട്. അപ്പോൾ ഇപ്പം ഈ ടി പറഞ്ഞതുപോലെ ഇത്ര ശതമാനത്തിനപ്പുറം വന്നാൽ ഒരു സമുദായം അവിടെ പിടിച്ചടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് അനുവദിച്ചിരിക്കുന്നു, അല്ലെ അതങ്ങനെ ആയിക്കോട്ടെ, അതേ ഇനി നടക്കൂ എന്നായിരിക്കും വി ഡി സതീശൻ്റെ ജാഥയിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികൾ നിർഭാഗ്യവശാൽ ഇത് കുറേ അധികം പേർക്ക് മനസ്സിലാവും. ഞാനൊരു 15 വർഷം മുമ്പാണ് പാലായിൽ നിന്ന് തൊടുപുഴയ്ക്കുള്ള റോഡിൽ യാത്ര ചെയ്യുന്നത്. പാലാ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ റോഡിൻ്റെ 2 വശത്തും മുസ്ലിങ്ങളുടെ കടകളാണ്. ഓബിയസ്ലി കണ്ടാൽ നമുക്കറിയാം, അവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ. അപ്പം ഞാൻ പോയി തിരിച്ചു വന്ന് രാത്രി ഞാൻ പാലയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാലാ ടൗൺ മുസ്ലിങ്ങൾ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ട് എൻസർക്കിൾ ചെയ്യുകയാണ്. അയാൾ പറഞ്ഞു, വർഗീയം അതിൽ തന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനിവിടെ സുഖമായിട്ടൊരു ബാറിൽ കൂട്ടുകാരനുമായിട്ട് വാച വെച്ചുകൊണ്ടിരിക്കുക, പോർക്കിറച്ചിയും തിന്നുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഈ 2 ഐറ്റവും പാലയിൽ നിരോധിക്കപ്പെടും, മദ്യവും പോർക്കിറച്ചിയും. അധികം താമസിയാതെ മാതി തൻ്റെ വർഗീയത കൊണ്ട് ഞാൻ തോറ്റു നിൽക്കുന്നു. തമാശയുണ്ട്, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇങ്ങനെ. ഞാൻ അയാളെ വിളിക്കുമ്പോഴും ഞാൻ പറയും, ഒരു ഹിന്ദു തീവ്രവാദിയാണ് വിളിക്കുന്നത് പറയും. അങ്ങനെ ഇത് കഴിഞ്ഞ് പാലാ ബിഷപ്പിൻ്റെ പാലസിലേക്ക്, അരമനയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥ നടന്നു. വലിയ മാർച്ചാണ് ന്യൂട്ടിപ്പോയി. അന്ന് രാത്രി ഇയാളെന്നെ വിളിച്ചു, മോഹൻദാസ് ആ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ, ഞങ്ങൾക്കിത് സങ്കല്പിക്കാൻ പറ്റില്ല. പാലാ ബിഷപ്പിൻ്റെ അരമനയ്ക്ക് നേരെ മുസ്ലിങ്ങൾ പ്രകടനം നടത്തുന്നു, വത്തിക്കാനിൽ ഉറുമ്പരിച്ചു എന്ന് പറയുന്ന പോലത്തെ ഏർപ്പാടാണ്. ഞാൻ പറയും, നിൽക്ക്, ഇപ്പം എവിടെ നിന്നാണ്? ദ്രാവകവും പോർച്ചിറച്ചിയായിട്ടിരിക്കുകയാണോ? ഇല്ലില്ല, വീട്ടില. ഞാൻ പറഞ്ഞു, അങ്ങനെ താഴെ ഇറങ്ങ്, വളരെ വേഗത്തിൽ ഇത് നടക്കും നിങ്ങൾ വിചാരിക്കുന്നു. അന്ന് നടന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്ത കുറ്റം എന്താ? അദ്ദേഹം കുറവിലങ്ങാട് പള്ളിക്കുള്ളിൽ അൽമായരോട് നടത്തിയ പ്രസംഗമാണ്, പൊതുപ്രസംഗം പോലും അല്ല. അതിപ്പോൾ ഈ കുന്തം ക്യാമറയും വീഡിയോയും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് പുറത്തായിട്ട് അതിൻ്റെ പുറത്താണ് ഈ മനുഷ്യൻ FIR ഉണ്ട്, ഇപ്പോഴും FIR ഉണ്ട്. ഇപ്പോഴും പാലാ ബിഷപ്പ് കലറങ്ങാട്ടിൻ്റെ പേരിൽ FIR ഉണ്ട്. FIR പിൻവലിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ പിണറായി വിജയൻ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാം അദ്ദേഹത്തെ. ആ അവസ്ഥ വന്നു. അത് ക്രിസ്ത്യാനികളും എല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട്. കൂടുതൽ അവർ മനസ്സിലാക്കി വരും. എന്നെപ്പോലത്തെ ഹിന്ദു വർഗീയവാദി പറയുന്നത് വെറുതെ അല്ല, അവരുടെ വെൽവിഷേഴ്സ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് എന്ന് മെല്ലെ അവർക്ക് മനസ്സിലാവും. ആരെങ്കിലും അവരുടെ ബന്ധുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളാണ് എന്നവർക്ക് മനസ്സിലാവും. അവർ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാന്ധവം കൊണ്ട് സൂഹിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ദ്രോഹം അവർക്കുണ്ടാകുകയും ചെയ്യും. ഈ വക സാധനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാളകൂട വിഷം എന്ന് പറഞ്ഞത് ഗോവിന്ദനാണെങ്കിലും അത് ശരിയാണെങ്കിൽ നമ്മൾ സമ്മതിക്കണമല്ലോ. സംഭവം കാളകൂട വിഷം തന്നെയാണ്. പക്ഷേ കാളകൂട വിഷത്തിന് പെർമിഷൻ കൊടുത്തത് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.